നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ചേഞ്ച്ഡ് ബിഹേവിയർ നമ്മൾ എത്രത്തോളം വേദനിപ്പിക്കുന്ന അറിയും. ചില സമയത്ത് നമുക്ക് ഫോൺ എടുത്തിട്ട് അയാളുടെ നമ്പറിലേക്കായിരിക്കും ആദ്യം പോവുക. പിന്നെ നമ്മൾ ചിന്തിക്കും, അയ്യോ അയാളായിട്ട് നമ്മളൊരു ബന്ധമില്ലല്ലോ. ലവ് ബ്രേക്ക് ആവുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയാലും വേറെ ലെവൽ ഓഫ് പെയിനാണ് അവിടെ ഉള്ളത്. നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇല്ല, നമ്മൾ സ്നേഹിക്കുന്ന ആളോടോ, അതായത് നമ്മുടെ ലവറിനോടോ ഇല്ല, കുറെ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കും. എന്നാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന ലോകത്ത് ഒരേ ഒരു സ്പേസ് ഉള്ളൂ. ആ കംഫർട്ട് സ്പേസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത്. നമ്മളെപ്പറ്റി എല്ലാം അറിയുന്ന, നമ്മളെ മനസ്സിലാക്കിയ ഒരാൾ നമ്മളെ ഒഴിവാക്കി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ പെയിന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഉള്ളതുകൊണ്ടൊന്നും ചിരിക്കാൻ കഴിയില്ല. അയാൾ പോയതിൻ്റെ ഒരു പെയിന് അതൊരു പെയിനായിട്ട് തന്നെ അവിടെ എപ്പോഴും കിടക്കും. ചില സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ചോദിക്കും, എടാ നിന്റെ ആ കൂട്ടുകാരി ഇപ്പം എന്താ ചെയ്യുന്നത്, അയാളായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റക്കായി പോകുന്ന നിമിഷങ്ങൾ വരെയാണ്. നിന്റെ വിഷമങ്ങളൊക്കെ മാറും, നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും അളിയ എന്നൊക്കെ പറഞ്ഞ് ഒരാള് പെട്ടെന്ന് നാളെ മുതൽ സ്ട്രേഞ്ചറായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ. മേ ബി ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടുണ്ടായ സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാകും. അത് ഭയങ്കര ഹേർട്ടിങ് ഉള്ള ഒരു കാര്യമാണ്. എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. സോ ഉള്ള ടൈമിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ എൻജോയ് ചെയ്യാം.